of Commerce, Lakshya. നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 70-ാം ദിവസം കടക്കുമ്പോൾ പ്രാദേശിക പിന്തുണയോടെ സമരം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ആശാമാർ. 4ാം ഘട്ട സമരത്തിന്റെ പ്രഖ്യാപനം നാളെ നടക്കും. അതേസമയം ആശാവർക്കർമാരുടെ വിരമിക്കൽ പ്രായം 62 ആക്കിയ നടപടി കഴിഞ്ഞ ദിവസം മരവിപ്പിച്ചതായി ഉത്തരവിറക്കി. സുപ്രീം കോടതി വിധിക്കെതിരെ രൂക്ഷ പരാമർശങ്ങൾ ഉന്നയിച്ച BJP MP നിഷികാന്ത് ദുബെയെ തള്ളി പാർട്ടി നേതൃത്വം. ദുബെയുടെ പ്രസ്താവനയോട് പാർട്ടിക്ക് ബന്ധമില്ലെന്ന് BJP അധ്യക്ഷൻ JP നദ്ദ. ഇതിനു പിന്നാലെ പാർട്ടി താക്കീതും നൽകി. സുപ്രീം കോടതി നിയമം നിർമ്മിക്കുകയാണെങ്കിൽ പാർലമെന്റും നിയമസഭകളും പൂട്ടുന്നതാണ് നല്ലതെന്നായിരുന്നു ജാർഖണ്ഡിൽ നിന്നുള്ള MP ആയ നിഷികാന്ത് ദുബെ പ്രസ്താവിച്ചത്. ജമ്മുകാശ്മീരിലെ റംബാൻ ജില്ലയിൽ മണ്ണിടിച്ചിലിൽ 3 മരണം. നിരവധി വീടുകളും വാഹനങ്ങളും മണ്ണിനടിയിൽ. സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മേഖലയിൽ കനത്ത മഴ മൂലം വിവിധയിടങ്ങളിൽ മിന്നൽ പ്രളയം അനുഭവപ്പെട്ടു. ദേശീയപാതയിൽ പാറകളും ചെളിയും അവശിഷ്ടങ്ങളും വന്ന് മൂടിയ നിലയിലാണ്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന പാർട്ടിയും ഒന്നിക്കുന്നതായി സൂചന. ഉദ്ധവിന്റെ ബന്ധുവും ശിവസേന നേതാവുമായിരുന്ന നവനിർമ്മാൺ സേന അധ്യക്ഷൻ രാജ് താക്കറെ 2005-ലാണ് ഉദ്ധവുമായുള്ള തർക്കത്തെ തുടർന്ന് ശിവസേന വിടുന്നത്. തങ്ങളുടെ ഇടയിലെ തർക്കത്തേക്കാൾ വലുതാണ് മഹാരാഷ്ട്രയുടെ ഭാവിയെന്നും രാജ് താക്കറെ. ഗുജറാത്ത് രാജ്കോട്ടിൽ 4 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ സ്വകാര്യ ഭാഗത്ത് അടിച്ച് പരിക്കേൽപ്പിച്ച അധ്യാപികയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. സ്വകാര്യ ഭാഗങ്ങളിൽ വേദനയുള്ളതായി കുട്ടി അമ്മയോട് പറയുകയും തുടർന്ന് നടത്തിയ വൈദ്യപരിശോധനയിൽ പരിക്കുമൂലം അണുബാധ കണ്ടെത്തുകയുമായിരുന്നു. സംഭവത്തിൽ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അമേരിക്ക സന്ദർശനത്തിനായി ബോസ്റ്റൺ ലോഗൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സന്ദർശന വേളയിൽ റോഡ് ഐലൻഡിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റി സന്ദർശിക്കുകയും ഫാക്കൽറ്റി അംഗങ്ങളുമായും വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ 2ാമത്തെ US സന്ദർശനമാണ്. യുക്രൈൻ യുദ്ധത്തിൽ താൽക്കാലിക ഈസ്റ്റർ വെടിനിർത്തലിന് പ്രഖ്യാപിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഇന്ന് അർദ്ധരാത്രി വരെയാണ് വെടിനിർത്തൽ നീണ്ടു നിൽക്കുക. ഉക്രൈന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ തിരിച്ചടിക്കുമെന്നും പുടിൻ. മാനുഷിക ആവശ്യങ്ങൾക്കാണ് വെടിനിർത്തൽ. യുക്രൈൻ യുദ്ധത്തിൽ ഈസ്റ്റർ ദിനത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും റഷ്യ ആക്രമണം തുടരുന്നുണ്ടെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. നിരവധി ഫ്രണ്ട് ലൈൻ സെക്ടറുകളിൽ റഷ്യൻ ആക്രമണം തുടരുകയാണെന്നും റഷ്യൻ പ്രസിഡന്റ് മോസ്കോയിൽ നിന്ന് വരുന്ന വാക്കുകളിൽ വിശ്വാസമില്ലെന്നും സെലൻസ്കി പറഞ്ഞു. ഗാസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസിനെ നശിപ്പിക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയും പ്രദേശം ഇസ്രായേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതുവരെ യുദ്ധം അവസാനിക്കില്ലെന്നും നെതന്യാഹു. യമനിൽ ഹൂതികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ US ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഹുദൈദ തുറമുഖത്തും വിമാനത്താവളത്തിലും അമേരിക്ക 13 വ്യോമാക്രമണങ്ങൾ നടത്തിയതായാണ് ഹൂതികളുമായി ബന്ധപ്പെട്ട് TV ചാനൽ റിപ്പോർട്ട് ചെയ്തത്. തലസ്ഥാനമായ സനയിലെ അൽതവറ, ബാനി മത്താർ, അൽ സഫിയ ജില്ലകളിൽ നടന്ന ഏറ്റവും പുതിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ വർഷം അവസാനം താൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് US പ്രസിഡന്റ് അനുയായിയും ടെക് സംരംഭകനുമായ ഇലോൺ മസ്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ത്യ US സഹകരണത്തെക്കുറിച്ച് നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷം മസ്ക് എക്സിലൂടെ ഈ വിവരം പങ്കുവെക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ കഴിഞ്ഞത് ബഹുമതിയായി തോന്നിയെന്നും ഈ വർഷാവസാനം ഇന്ത്യ സന്ദർശിക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും മസ്ക്. എട്ട് ചീറ്റകളെ കൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനം. ദക്ഷിണാഫ്രിക്ക, ബോട്സ്വാന, കെനിയ എന്നിവിടങ്ങളിൽ നിന്ന് ചീറ്റകളെ കൊണ്ടുവരാനാണ് നീക്കം. 2 ഘട്ടങ്ങളിലായാണ് 8 ചീറ്റകളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്.
മെയ് മാസത്തോടെ ബോട്സ്വാനയിൽ നിന്ന് 4 ചീറ്റകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പദ്ധതിയുണ്ട്. ചീറ്റ പദ്ധതിക്കായി രാജ്യത്ത് ഇതുവരെ 112 കോടിയിലധികം രൂപ ചെലവഴിച്ചതായി NTCA ഉദ്യോഗസ്ഥർ. കേരള കർണാടക അതിർത്തി പുൽപ്പള്ളിയിൽ കാട്ടാന ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. മാടപ്പള്ളി കുന്നിന് സമീപം കന്നാരംപുഴയിലാണ് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മറ്റൊരു ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റാണ് ആന ചരിഞ്ഞത്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും കൊമ്പുകൊണ്ട് കുത്തേറ്റ പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണൂർ ചെറുകുന്ന് ക്ഷേത്രോത്സവത്തിനിടെ 2 ആനകൾ ഇടഞ്ഞു. ഭയന്നോടിയ ആളുകളുടെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു. ആനകൾ ക്ഷേത്രത്തിൽ കെട്ടിയ പന്തൽ തകർക്കുകയും പരിഭ്രാന്തി വരുത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനകളെ തളർന്നത്. കാസർഗോഡ് കുറത്തിക്കുണ്ടിൽ ലഹരിക്ക് അടിമയായ യുവാക്കൾ നടത്തിയ അക്രമത്തിൽ 2 പേർക്ക് പരിക്ക്. സഹോദരങ്ങളായ ജിഷ്ണു, വിഷ്ണു എന്നിവരാണ് ആക്രമണം നടത്തിയത്. ഭിമ്പുങ്കാൽ സ്വദേശി സനീഷിനാണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കേച്ചേരിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേച്ചേരി പട്ടിക്കര സ്വദേശി അദ്നാൻ, കേച്ചേരി മണലി സ്വദേശി ഭാസി എന്നിവരാണ് പിടിയിലായത്. കോഴിക്കോട് കൊടുവള്ളിയിൽ വൻ ലഹരിവേട്ട. 11,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നം പിടികൂടി. കൊടുവള്ളി സ്വദേശി മുഹമ്മദ് മോസിന്റെ വീട്ടിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. 6 ലക്ഷത്തിലധികം രൂപ വില വരുന്നതാണ് ലഹരി വസ്തുക്കൾ. ഇയാളുടെ ചെരുപ്പ് കടയിൽ നിന്ന് ഇന്നലെ 890 പാക്കറ്റ് ഹാൻസും പിടികൂടി. തൃശൂർ പട്ടിക്കാട് സ്കൂട്ടറിൽ മദ്യക്കച്ചവടം നടത്തുന്നതിനിടെ 35 കുപ്പി വിദേശ മദ്യവുമായി മധ്യവയസ്കൻ എക്സൈസിന്റെ പിടിയിലായി. രവിയാണ് പിടിയിലായത്. ഇയാൾ സ്കൂട്ടറിൽ സഞ്ചരിച്ച് സ്ഥിരമായി മദ്യക്കച്ചവടം നടത്തിവരുന്ന ആളാണെന്ന് എക്സൈസ് അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AT ജോബിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊല്ലം നഗരത്തിൽ വൻ ലഹരിവേട്ട. വാഹന പരിശോധനയ്ക്കിടെ 109 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. പോലീസിന് മുന്നിൽപ്പെട്ടതോടെ വാഹനം ഉപേക്ഷിച്ച് പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ലഹരി ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ചതാകാമെന്നാണ് സൂചന. കോഴിക്കോട് വടകര മയ്യന്നൂരിൽ MDMAയുമായി യുവാവ് പിടിയിൽ. വെളിയങ്ങോട്ട് സ്വദേശി മുഹമ്മദാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 6 ഗ്രാം MDMA ആണ് ഡാൻസ് ഓഫ് സ്ക്വാഡും വടകര പോലീസും ചേർന്ന് പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മുഹമ്മദ് പിടിയിലായത്. വടകര ജില്ലാ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കരിക്ക് കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തിയ ആളെ തൃശൂർ പാവറട്ടി പോലീസ് പിടികൂടി. പെരുവല്ലൂർ കോട്ടപ്പാടം സ്വദേശി പ്രദീപാണ് പിടിയിലായത്. കടവല്ലൂരിൽ റെയിൽവേ ക്രോസിന് സമീപത്തെ കരിക്ക് കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് കൈവശം വെച്ച് വിൽപ്പന നടത്തി വരുന്നുണ്ടെന്ന് രഹസ്യവിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. തൃശൂർ കോടശ്ശേരിയിൽ വളർത്തുനായ വീട്ടിലെത്തിയതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ അയൽവാസിയെ വെട്ടി കൊലപ്പെടുത്തി. കോടശ്ശേരി മാരാങ്കോട് സ്വദേശി ഷിജു ആണ് കൊല്ലപ്പെട്ടത്. അയൽവാസിയായ അന്തോണിയാണ് കൊലപ്പെടുത്തിയത്. ഷിജുവിന്റെ വീട്ടിലെ വളർത്തുനായ അന്തോണിയുടെ വീട്ടിലെത്തിയതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊല്ലം കുമ്മിളിൽ ബൈക്ക് മോഷണ കേസിലെ 2 പേരെ കസ്റ്റഡിയിൽ വാങ്ങി. തിരുവനന്തപുരം പാലോട് സ്വദേശി അരുൺ, തെന്നൂർ സ്വദേശി വിഷ്ണു എന്നിവരെയാണ് കടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഫെബ്രുവരിയിൽ കുമ്മിളമ്പലം മുക്കിൽ നിന്നും പ്രതികൾ ബൈക്ക് മോഷ്ടിക്കുകയായിരുന്നു. പാലോട് പോലീസിന്റെ പിടിയിലായ പ്രതികളെ 3 ദിവസത്തേക്കാണ് കടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. തൃശൂർ തിരുവില്ലാമലയിൽ കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. തൊഴൂർ വീട്ടിൽ രാജനാണ് രാവിലെ ഒറ്റപ്പാലം മാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നുവെങ്കിലും ആരോഗ്യനില ഗുരുതരമായി തുടരുകയായിരുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടം കാരോട് ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് സർവീസ് റോഡിലേക്ക് വീണ് യുവാവ് മരിച്ചു. കൂട്ടുകാൽ സ്വദേശി മഹേഷാണ് മരിച്ചത്. മുക്കോലയ്ക്ക് സമീപത്തായിരുന്നു അപകടം. 40 അടി താഴ്ചയിലേക്കാണ് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. വിഴിഞ്ഞം പോലീസ് തുടർ നടപടി സ്വീകരിച്ചു.
തൃശൂർ കുന്നംകുളത്ത് ഫുട്ബോൾ കളിക്കിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. കുറുക്കൻപാറ സ്വദേശി പ്രമോദാണ് മരിച്ചത്. ടർഫിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. സാമൂഹ്യ വിരുദ്ധർ വാഹനം തകർത്ത് പണം അപഹരിച്ചതായി പരാതി. പൂപ്പാറ ടൗണിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ചില്ലുകൾ തകർത്താണ് വാഹനത്തിനകത്ത് സൂക്ഷിച്ചിരുന്ന 2 ലക്ഷത്തോളം രൂപ മോഷ്ടിച്ചുവെന്ന പരാതി. കോഴിക്കോട് ഫറോക്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സിൽ മോഷണം. 11 മൊബൈൽ ഫോണും 1 ലക്ഷം രൂപയും കവർന്നു. മോഷണത്തിന്റെ തലേദിവസം പ്രതി തൊഴിലാളികളോട് താൻ ഹെൽത്ത് ഇൻസ്പെക്ടറാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയായിരുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീട് കുത്തിത്തുറന്ന മോഷണം. ഓലത്താന്നി സ്വദേശി സുരേഷിന്റെ വീട് കുത്തിത്തുറന്ന് 9 പവനും 5000 രൂപയും കവർന്നു. വീട്ടിലുള്ളവർ പള്ളിയിൽ പോയ സമയത്താണ് കവർച്ച നടന്നത്. നെയ്യാറ്റിൻകര CIയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം വെള്ളറടയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മൊബൈലിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയച്ച് ശല്യപ്പെടുത്താൻ കൊട്ടേഷൻ വാങ്ങിയ 2 പേർ പിടിയിൽ. വെള്ളറട സ്വദേശി സജിൻ, കോട്ടുകോണം സ്വദേശി അനന്തു എന്നിവരെയാണ് വെള്ളറട പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 1 മാസമായി വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോണിലൂടെ അശ്ലീല സന്ദേശം അയക്കുകയും വിദ്യാർത്ഥിനിയുടെ നമ്പറിൽ വിളിച്ച് ശല്യപ്പെടുത്തിയതിനെ തുടർന്ന് വിദ്യാർത്ഥിനി രക്ഷിതാവിനെ വിവരമറിയിക്കുകയുമായിരുന്നു. തിരുവനന്തപുരം കല്ലമ്പലത്ത് നഴ്സിംഗിന് അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ആളുകളിൽ നിന്ന് പണം തട്ടിയ യുവതി പിടിയിൽ. അനേറ സ്വദേശി ബീനയാണ് കല്ലമ്പലം പോലീസിന്റെ പിടിയിലായത്. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ നഴ്സിംഗിനും മറ്റ് കോഴ്സുകൾക്കും അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മലപ്പുറം എടപ്പാൾ സ്വദേശിനിയെ ഫോണിലൂടെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി 93 ലക്ഷം രൂപ തട്ടിയ കേസിൽ 3 പേരെ മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊണ്ടോട്ടി സ്വദേശി അജ്മൽ, തൃപ്പരച്ചി സ്വദേശി മനോജ്, അരീക്കോട് സ്വദേശി NP ഷിബിലി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മുംബൈ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരാണെന്നും നമ്പർ വിവിധ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞാണ് സംഘം പണം തട്ടിയെടുത്തത്. തൃശൂർ തൃപ്രയാർ സെന്ററിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികളിൽ ഒരാൾ റിമാൻഡിൽ. താന്യം സ്വദേശി റോഷനാണ് പോലീസ് പിടിയിലായത്. നാട്ടിക സ്വദേശി രാധാകൃഷ്ണനെ ഇരുമ്പ് വടികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് കേസ്. മുമ്പുണ്ടായ വൈരാഗ്യത്താലാണ് റോഷനും സായിരാജും മറ്റ് 2 പേരും ചേർന്ന് രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞ പ്രതി പിടിയിൽ. വിവിധ മോഷണ കേസിലെ പ്രതിയായ താജുദ്ദീനാണ് പിടിയിലായത്. വിഴിഞ്ഞത്ത് മോഷണക്കേസിൽ പിടിയിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം നെയ്യാറ്റിൻകര സബ് ജയിലിൽ എത്തിക്കുമ്പോഴായിരുന്നു പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞത്. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നടന്ന സർജറി രഹസ്യമായി ഫോണിൽ പകർത്തിയ താൽക്കാലിക ജീവനക്കാരന് സസ്പെൻഷൻ. ആശുപത്രിയിലെ അനസ്തേഷ്യ ടെക്നീഷ്യൻ അരുണിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഓപ്പറേഷൻ തിയേറ്ററിൽ നടന്ന സർജറി അരുൺ മൊബൈലിൽ പകർത്തുന്നത് ഡ്യൂട്ടി ഡോക്ടറുടെയും മറ്റ് ജീവനക്കാരുടെയും ശ്രദ്ധയിൽപ്പെടുകയാണ്. തിരുവനന്തപുരം സർക്കാർ ദന്തൽ കോളേജിലെ പിഡോഡോണ്ടിക്സ് വിഭാഗത്തിലേക്ക് ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കും. യോഗ്യത പിഡോഡോണ്ടിക്സ് വിഭാഗത്തിൽ MDS, ഡെന്റൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ്. 18 മുതൽ 46 വരെ പ്രായപരിധിയിലുള്ളവർക്ക് അപേക്ഷിക്കാം. തൃശൂർ മായന്നൂരിൽ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിൽ 2ാം വിള വിതച്ചത് കൊയ്തെടുക്കാനാകാതെ കർഷകർ. നെൽപ്പാടങ്ങളിലെ വെള്ളം ഒഴിഞ്ഞു പോകാത്തതാണ് കൊയ്ത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കൊയ്ത്തിനായി കൊണ്ടുവന്ന കൊയ്ത്ത് യന്ത്രങ്ങൾ പാടത്തെ ചളിയിൽ താഴുന്നത് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. തൃശൂർ ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയതിന് പിന്നാലെ ദുരിതത്തിലായി യാത്രക്കാർ. മുന്നറിയിപ്പില്ലാതെ കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടു. വിഷയത്തിൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. വയനാട്ടിലെ വനാതിർത്തി ഗ്രാമമായ കുണ്ടാർ ഉന്നതിയിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതോടെ ദുരിതത്തിലായി ഗോത്ര കുടുംബങ്ങൾ. ഉന്നതിയിലെ 5 കുടുംബങ്ങളാണ് വൈദ്യുതി ഇല്ലാതെ ഇരുട്ടിലായത്. ട്രൈബൽ വകുപ്പ് ഇടപെട്ട് വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം.
ഇ പാസ് നിർബന്ധമാക്കിയതോടെ ഊട്ടിയെ കൈയൊഴിഞ്ഞ് സഞ്ചാരികൾ. മധ്യവേനൽ അവധിക്കാലവും വിഷുവും ഈസ്റ്ററും ആഘോഷിക്കാൻ മുൻപ് സഞ്ചാരികൾ തിരഞ്ഞെടുത്തിരുന്ന പ്രധാന ടൂറിസം കേന്ദ്രമായിരുന്നു തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഊട്ടി. ധനുഷ് നായകനും സംവിധായകനുമായ ചിത്രം ഇഡലിക്കടയുടെ സെറ്റിൽ തീപിടുത്തമുണ്ടായതായി റിപ്പോർട്ട്. തമിഴ്നാട് തേനി ജില്ലയിലെ സെറ്റിലാണ് സംഭവം. തീപിടുത്തത്തിൽ ആർക്കും പരിക്കുണ്ട്. വീണ്ടും തിയേറ്ററുകളിലെത്തി വിജയ് നായകനായ ചിത്രം സച്ചിൻ. 59,000 ടിക്കറ്റുകളാണ് അഡ്വാൻസായി ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിക്കപ്പെട്ടത്. റിലീസിന് തമിഴ്നാട്ടിൽ മാത്രം നേടിയത് 2.3 കോടിയാണെന്ന് റിപ്പോർട്ട്. 2005 ഏപ്രിൽ 14 ചിത്രം ആദ്യം റിലീസ് ചെയ്തത്. പുതിയ ചിത്രമായ കേസരി ചാപ്റ്റർ 2 ബോക്സ് ഓഫീസിൽ വൻ തിരിച്ചുവരവ് നടത്തി അക്ഷയ് കുമാർ. രണ്ടാം ദിനമായ ശനിയാഴ്ചയിൽ 9.5 കോടി നേടി ആകെ 17.25 കോടി ചിത്രം നേടിയെന്നാണ് റിപ്പോർട്ട്. കരൺ സിംഗ് ത്യാഗിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ഷാറൂഖ് ഖാൻ നായകനാകുന്ന ചിത്രം കിങ്ങിൽ വലിയ താരനിരകൾ ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് അനുസരിച്ച് ബോളിവുഡിലെ പ്രമുഖ താരം അർഷാദ് വാർസി ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തും. 20 വർഷത്തിന് ശേഷമാണ് ഷാറൂഖ് ഖാനും അർഷാദ് വാർസിയും ഒന്നിക്കുന്നത്. സിദ്ധാർത്ഥ് ആനന്ദാണ് ചിത്രം സംവിധാനം ചെയ്തത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ലക്നൗ സൂപ്പർ ജയൻസിന് 2 റൺസ് ജയം. ജയ്പൂർ സവായ് മൻസിംഗ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 181 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാന് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 178 റൺസ് എടുക്കാനാണ് സാധിച്ചത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന് 7 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ഉയർത്തിയ 203 റൺസ് ലക്ഷ്യം ഗുജറാത്ത് 20 ഓവർ അവസാനിക്കാൻ 4 ബോൾ ശേഷിക്കെ മറികടന്നു. 54 പന്തിൽ നിന്നും 97 റൺസുമായി പുറത്താകാതെ നിന്ന ജോസ് ബട്ട്ലറാണ് മത്സരത്തിലെ താരം. ജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഗുജറാത്ത് ഒന്നാമത്. പുതിയ ചീഫ് സെക്രട്ടറിയെ കണ്ടെത്താൻ സർക്കാർ തലത്തിൽ നടപടികൾ ആരംഭിച്ചു. ശാരദാ മുരളീധരൻ വിരമിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ ചീഫ് സെക്രട്ടറിയെ കണ്ടെത്താനുള്ള നീക്കം ആരംഭിച്ചത്. കാസർഗോഡ് കയ്യൂർ മുഴക്കോം ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അരങ്ങിൽ നിറഞ്ഞാടി കാലിച്ചാൻ തെയ്യം. കൃഷിയും കന്നുകാലി വളർത്തലും മുഖ്യ തൊഴിലായി സ്വീകരിച്ച സമൂഹത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങളാണ് കാലിച്ചാൻ കാവ്. തൃശൂർ വെളുത്തൂരിൽ നാടകം ലഹരിയാക്കി ഒരു സംഘം സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും. ഒഴിവു സമയങ്ങൾ നാടകത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ് വെളുത്തൂർ ഷോഗൺ ക്ലബിലെ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും. ഇവർ അവതരിപ്പിക്കുന്ന 3ാമത്തെ നാടകം കൽവിളക്ക് ഈ മാസം വേദിയിലെത്തും. മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് കൊല്ലത്ത് മത്സ്യവിപണനം നടത്താനുള്ള അനുമതി ലഭിച്ചു. കൊല്ലം കളക്ടർ ദേവിദാസ് മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ചയിലാണ് 5 ചെറു ഹാർബറുകളിൽ വിപണനം നടത്താനുള്ള തീരുമാനത്തിന് അംഗീകാരമായി. തങ്കശ്ശേരി, വാടി, ജോനകപുരം, പോർട്ട് കൊല്ലം, മൂതാക്കര ഹാർബറുകളിലാണ് കച്ചവടം ചെയ്യാൻ ധാരണയായി. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ പള്ളിയുടെ മുൻപിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഹൈമാക്സ് ലൈറ്റിന്റെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. ഇടുക്കി MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഹൈമാക്സ് ലൈറ്റിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. മലപ്പുറം കുറ്റിപ്പുറം തവനൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം ഭാഗികമായി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 6 വരി വീതിയിൽ നിർമ്മിച്ച പാലത്തിന്റെ പൊന്നാനി ഭാഗത്തു നിന്നും കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന 3 വരി പാത മാത്രമാണ് തുറന്നുകൊടുത്തത്. 2022 ദേശീയപാത 6 വരിയായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കാൻ ആരംഭിച്ചത്. കേരളത്തിന്റെ വികസനത്തിനായി കൺവെൻഷനുമായി BJP. വികസിത കേരളം കൺവെൻഷൻ ഈ മാസം 21 ആരംഭിച്ച് മെയ് 10 അവസാനിക്കും. കൺവെൻഷൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം. തൃശൂർ കാഞ്ഞാണിയിൽ നവീകരിച്ച അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം 20 വൈകിട്ട് 3 മന്ത്രി V. അബ്ദുറഹിമാൻ നിർവഹിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയിൽ അന്തിക്കാട് ബ്ലോക്ക്
പ്രസിഡന്റ് കെ ശശിധരൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു സഹദേവൻ, അംഗങ്ങളായ CP പോൾ, ജില്ലി വിൽസൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തിരുവനന്തപുരം മരുതിക്കുന്ന് മുസ്ലിം ജമാഅത്തിന്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വർക്കല ഡോക്ടർ അനൂപ് സിൻസൈറ്റ് കണ്ണാശുപത്രിയുടെയും മരുതിക്കുന്ന് മുസ്ലിം ജമാഅത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ ക്യാമ്പ് ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാഫിൾ ആഷിഖ് മന്നാനി ഉദ്ഘാടനം. പാലക്കാട് മാട്ടായിയിൽ തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലെ നിക്ഷേപ തട്ടിപ്പിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട സമരം സംഘടിപ്പിച്ചു. നിക്ഷേപ തട്ടിപ്പ് നടത്തിയവരെ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യുക, നിക്ഷേപകരുടെ പണം ഉടൻ തിരികെ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത്. നടപടി ഉണ്ടാകുന്നതുവരെ കോൺഗ്രസ് സമരം തുടരുമെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ പറഞ്ഞു. മലപ്പുറം പൊന്നാനിയിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ബഹുജന റാലി നടത്തി. മതസാംസ്കാരിക സംഘടനകളുടെ കൂട്ടായ്മയായ സമന്വയം പൊന്നാനിയുടെ നേതൃത്വത്തിൽ നടത്തിയ ബഹുജന സംഗമം മുൻ ഹജ്ജ് കമ്മിറ്റി അംഗം KM മുഹമ്മദ് കാസിം ഗോയ ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ നിന്ന് ആരംഭിച്ച റാലി കുണ്ടുകടവ് ജംഗ്ഷനിൽ സമാപിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാടിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന KP മാധവന്റെ 13ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനവും ഓർമ്മ മരത്തൈകളുടെ വിതരണവും നടത്തി. നെടുമങ്ങാട് സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടിയിൽ കൂട്ടായ്മ പ്രസിഡന്റ് പുലിപ്പാറ യൂസഫ് അധ്യക്ഷനായി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ അൽ മനാർ അറബിക് കോളേജ് സ്ഥാപകനായ അബ്ദുൾ വഹാബ് മൗലവി അനുസ്മരണവും അറബിക് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു. പരിപാടി CR മഹേഷ് MLA ഉദ്ഘാടനം. തേവാരം മെട്ട് തേവാരം റോഡിന്റെ സാധ്യതകൾ വിലയിരുത്തി CPIM തമിഴ്നാട് സംസ്ഥാന നേതൃത്വം. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ബാലഭാരതിയുടെ നേതൃത്വത്തിലുള്ള സംഘം തേവാരമട്ടിലെത്തി സന്ദർശനം നടത്തി. തമിഴ്നാട് മുഖ്യമന്ത്രിയെയും വനം മന്ത്രിയെയും റോഡിന്റെ ആവശ്യകത അറിയിച്ച് പാത യാഥാർത്ഥ്യമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സംഘം വ്യക്തമാക്കി. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.